ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഈസുൽ ഉലമ കയറി വന്നു. റഈസുൽ ഉലമ കയറി വന്നപ്പോ ഞാൻ റഈസുൽ ഉലമ വരുന്നുണ്ട് എന്നെ തക്ബീർ ചൊല്ലിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി, എനിക്കും റാഹത്തായി. അതേസമയത്ത് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്ന് നേരെ വീണ്ടും ഞാൻ തക്ബീർ ഇല്ലാലോ, ഇനിയിപ്പോൾ തക്ബീർ കേൾക്കാൻ ആൾ വന്നത്, നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? സമയത്തിന് വിലയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തത് കാണാത്ത ഒരാള് അയാൾ സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിന്റെ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത് കയറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലെങ്കിൽ നല്ല ചിന്ത വേണം, അല്ലെങ്കിൽ നല്ല ഖൽബ് വേണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. സൂഫി തന്നെ മൂലയിൽ എന്നാ സൂഫിയാവൂല. അതിനെന്ത് വേണം? ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻൻ, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, തെറ്റിദ്ധാരണ അത് വലിയ തെറ്റാണ്. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, നല്ലതേ ധരിക്കാവൂ. ദുന്നൂ ബിൽ മുഅ്മിനീന ഖൈറ, മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കൂ. നിങ്ങൾക്കറിയില്ലേ ഫത്ഹുൽ മുഈൻ ഫിഖ് എങ്ങനെയാണ് നല്ലതേ വിചാരിക്കണമെന്നല്ലേ? ഒരു പൂച്ച അത് എലിയിൽ പിടിക്കുന്നത് കണ്ട് അതേ അതിന്റെ മീശയുമേലും താടിയുമേലും ഒക്കെ എന്തായി, സുബ്ഹാനല്ലാഹ്, നജസായി. അത് നമ്മളെന്ന് വിട്ട് പുറത്തു പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്നു. പോയ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്. ഇനി ആ പൂച്ച വന്നാൽ ഫിഖ് അനുസരിച്ച് തന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ മുഖംകുത്തിയാല് ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് പോയ സമയത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒതുവെല്ലെടുത്ത് വന്നതായിരിക്കും എന്ന് വിചാരിക്കുക. പൂച്ചനെ പറ്റുമെന്നല്ല വിചാരിക്കുക, നായനെ പറ്റി വരെ അല്ല വിചാരിക്കണമെന്നല്ലേ ഫത്ഹുൽ മുഈനില്ലേ? നമ്മളൊക്കെ എന്താണ് നായനെ പറ്റി അല്ലേ വിചാരിക്കല്? നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് നായ എങ്ങനെ തലപൊക്കുന്നു, ആ നായ എങ്ങനെ തലപൊക്കുന്നുണ്ട്, പക്ഷെ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല. നായ ബക്കറ്റിൽ നിന്ന് തല ഇങ്ങനെ പൊക്കുന്നത് കണ്ടു. എന്നാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഫത്ഹുൽ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ആ നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നായനെ പറ്റി അല്ലേ വിചാരിച്ചൂടെ? അപ്പൊ ചിലർക്ക് ചിന്തയാണ്, പിന്നെ എന്തിനാ അങ്ങനെ തല പൊക്കിയത് എന്ന്. നിങ്ങളിൽ എത്ര കിണറ്റിൽ ഇങ്ങനെ നോക്കലുണ്ട്, എത്ര ലിറ്റർ വെള്ളം ഉണ്ട് നോക്കിയതായിരിക്കും നായനെ പറ്റി അങ്ങനെ നല്ല വിചാരിച്ചൂടെ? അപ്പൊ നല്ലത് വിചാരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സൂഫിയാകല്, എങ്ങനെ തസൗഫാകല്, എങ്ങനെ ഫിഖ്ഹാകല്? ഒന്നും ഉണ്ടാവില്ല, ദീനൻ ഉണ്ടാവില്ല. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസു, ചുഴന്ന് അന്വേഷിക്കാനും പാടില്ല.